ഞാനത് 30 വർഷത്തിന് മുമ്പേ കടമ്പ് വച്ചിരുന്നു. കയറ് മനസ്സിലായ കയറ് ഉത്പാദിപ്പിച്ച് വ്യാപാരിക്ക് കൊടുത്തുകൊണ്ടിരുന്നു. 30 വർഷത്തിന് മുമ്പ്. അതിനുശേഷം ജോലിക്ക് ആളില്ല, ശമ്പളം കൂടി, കയറിനായുള്ള വില കിട്ടൂല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. കുറച്ചിട്ട് വന്നാൽ മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ചു. മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ചു. ശരി. അപ്പൊ ആറിനെയൊക്കെ എന്ത് ചെയ്തെന്ന്? ആറൊക്കെ ഇവിടെ ഞാൻ കുറെ നിരത്തി കുറച്ച് ഇവിടെ കൃഷ്ണനെ ഏൽപ്പിച്ചു. കൃഷ്ണനെ എല്ലാം നിരത്തി കുറെയൊക്കെ നിരത്തി തെങ്ങ് വെച്ചു. ശരി. കയറ് എങ്ങനെയാ അത് ഉത്പാദിപ്പിക്കുന്നത്? എങ്ങനെയാണ്? വാട്ട് വെച്ച്, അതായത് കടമ്പയെ തൊലിച്ച് 6 ചീര തൊലിക്കും. ചെറുതാ ഒരു കടമ്പയെ 6 തൊലിച്ച് പിന്നെ വെള്ളം കുറവുള്ളിടത്ത് തറിയടിച്ച് താക്കും. വെള്ളം കൂടുതലുള്ളിടത്ത് വല, കയറ് മുടിഞ്ഞ് വല അത് താക്കും. അത് 6 മാസമാകുമ്പോൾ അഴുകും. അന്ന് കയ്യടിയാണ്, കൈ കൊണ്ട് മണയടി. മനസ്സിലായ? മണ വെച്ച്, മണമെന്ന് വെച്ച കല്ല്, ആ കല്ലിൽ വെച്ച് കൊട്ടുകൂടി കൊണ്ട് അടിക്കുകയാണ് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് മെഷീനിലടിയാണ്. പച്ചക്കറമ്പ് അടിക്കുന്നവരുണ്ട്, പിന്നെ ഈ അഴുവക്കറമ്പ ഇടി കൊടുത്തടിക്കുന്നവരുണ്ട്. മനസ്സിലായ? ഇപ്പോ ആ കറമ്പ ബിസിനസ് വളരെ ചുരുങ്ങി. എന്നുവെച്ചാൽ തൊഴിലാളികളുടെ ദൗർലഭ്യവും ശമ്പള കൂടുതലും പെണ്ണുങ്ങളാണ് ഇന്ന് കയറ് വെപ്പുകാർ എല്ലായിടത്തും. അന്ന് ഒരുപാട് റാട്ടുണ്ടായിരുന്നു. ബൈക്കല്ലൂര് 10, 40, 50 റാട്ട് വരെ ഉണ്ടായിരുന്നു. ഇന്ന് 10 ഉള്ളൂ. ഇന്ന് പണ്ട് ഓരോരോ കവന്ത അടിക്കാൻ കൈയടി അടിക്കുന്ന കാലത്ത് 2 രൂപ, 3 രൂപ വരെയായി. ഇന്ന് അതൊക്കെ അതിന്റെ 4 ഇരട്ടി കൂടി. ഇന്ന് ശമ്പളമാണെങ്കിൽ 150 രൂപ 100 കയറ് വയ്ക്കാൻ. വിൽക്കുന്നത് 250 രൂപ. അടിക്കുന്നതിനുള്ള ചെലവ്, കടമ്പ നിധിക്കൊണ്ട് അടിക്കുന്നതിനുള്ള ചെലവ്, ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് ഓരോരുത്തർ നഷ്ടമായതുകൊണ്ട് നിർത്തി. വേറെ ഇതിപ്പം മിഷൻ വന്നില്ലേ, അത് നല്ലതാണോ അഴുക്കാണോ? തൊഴിലിന് ആളില്ലല്ലോ, തൊഴിൽ ചെയ്യാൻ കൂലിക്ക് ആളില്ല. അത് വേറെ തൊഴിലേക്ക് പോകും, വലിയ ശമ്പളമായതുകൊണ്ട്. ഈ ശമ്പളത്തിന് ആര് വരും? അതുകൊണ്ട് മില്ലിൽ കൊണ്ട് അടിക്കുക, അടിച്ച് കൊണ്ടുവന്ന് ചവിരിയാക്കി വിൽക്കുക. അത് തന്നെ എളുപ്പം. അപ്പൊ ഈ പൊഴിയിടുന്നത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? പൊഴിയിട്ട കടമ്പ ശരിക്ക് തൊളി മുകളിൽ ഇട്ടില്ലെങ്കിൽ പൊങ്ങിപ്പോവും, കൊലയും. അതുകൊണ്ട് മണ്ണ് വാരി നിറയിടും. മുകളിൽ ഓലയിട്ട് തൊഴിലിന് മുകളിൽ നിരത്തി വയ്ക്കും. മനസ്സിലായി? അതിന്റെ മീതെ താഴ്ചയുള്ളതാണെങ്കിൽ കല്ല് കയറ്റും, പൊങ്ങാതിരിക്കാൻ. ഇതൊക്കെ അതിലുള്ള. പിന്നെ വലയാണെങ്കിൽ വല കെട്ടും കയറിട്ട്. മനസ്സിലായ? 10 മാസം വരെ കിട്ടിരിക്കോ? ഇട്ടിരുന്ന നല്ലതായിരിക്കോ? 6 മാസം കഴിഞ്ഞാൽ അഴിവും. പിന്നെ കൂടുതൽ ആകുമ്പോഴേക്ക് കുറച്ച് കൂടുതൽ ദിവസം ഇട്ട് എടുക്കും. ഇപ്പൊ വന്നിട്ടുണ്ട് മില്ല്, പച്ചക്കാലം അടിക്കാൻ പൂത്തറ, അവിടെ കൊണ്ടുവന്ന് അടിച്ചു കൊണ്ടുവരും. നല്ല നിറം കിട്ടും. ഇതിൽ നിന്ന് നിറം കിട്ടും. അത് വില കുറവ്. അഴിവക്കാവുമ്പോ പോലെ കൈരി പോലെ വിലയില്ല, പെട്ടെന്ന് അറ്റുപോകും. ഏത്? മരത്തിലാണ് റാട്ടുണ്ടാക്കുക. ഇന്ന് ഇരുമ്പില് റാട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഗവൺമെന്റിൽ നിന്ന് 4-5 റാട്ട് കൊടുത്തിട്ടുണ്ട്. സ്ത്രീക്ക് അവരുടെ ഇപ്പോഴത്തെ. അപ്പൊ ഈ തൊണ്ടിട്ട് എന്തോ നിയമമുണ്ട്? ഇപ്പൊ എന്തോ നിയമമുണ്ട്? ഇത് ചേട്ടിട്ട് അഴിവിടുന്നത്, അതായത് കൊണ്ടുപോകും. വില വളരെ കുറവ്. 100-ന് നല്ല കാമ്പയ്ക്ക് 25 രൂപ കിട്ടും. വിലയില്ല. തേങ്ങ വിലയും പോയി. തേങ്ങ വിലയില്ല, തൊണ്ടിനും വിലയില്ല. കയറിന് നല്ല വില. കയറ് വാങ്ങിക്കാൻ പോയാൽ നല്ല വില. കയറ് വാങ്ങിക്കാൻ പോയാലും വില കൂടുതൽ. അതുകൊണ്ട് കയർ കൂടി കൊടുക്കാൻ തന്നെ ചെയ്യും. പൂണ്ടിടാനും
ഒന്നുകൂടെ പറഞ്ഞോ. പച്ചക്കാമ്പ് അടിക്കുന്ന ഉദ്ദേശം കൂടുതലും ചൊരിക്കുന്നതിന് കൊടുക്കുന്ന ശമ്പളം, പൂന്തുമ ശമ്പളം, ഇതൊക്കെ കണക്കാക്കുമ്പോൾ പച്ചക്കാമ്പ് അടിക്കുന്നതാണ് ലാഭം. മനസ്സിലായ? മറ്റത് എല്ലാത്തിനും കൂലി കൊടുക്കാൻ തന്നെ ചെയ്യും. ഇന്നത്തെ ഇതില് കഴിഞ്ഞ വർഷം 1.5 വർഷത്തിന് മുമ്പ് ഈ അതെന്ത് ബിനാമി വന്നപ്പോ അപ്പൊ കാമ്പയ്ക്ക് അതിനു മുമ്പ് നല്ല വിലയായിരുന്നു. ഈ കിഴക്കോട്ട് എടുത്തോണ്ടിരുന്നു. തിരുനെല്ലിവേലി, കോവളം ഈ സൈഡിൽ, ഇങ്ങനെ നാവിക സൈഡിൽ. ഇപ്പൊ അവരെ കാമ്പ് എത്തിരി അതോടെ പോയി കടന്നു കൊണ്ടുപോയി. അതിന് ശേഷം അവർ എത്തിയില്ല, മതിയാക്കി. ഡള്ളായിട്ട് ഇപ്പൊ 8-10 റാട്ട് കഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ലാഭമില്ല. ലാഭമൊന്നുമില്ല. അധ്വാനിക്കുന്ന ശമ്പളം കിട്ടും ഡെയിലി കഴിഞ്ഞു പോ. അതേ ഉള്ളൂ. പണ്ടൊക്കെ അതല്ല, നല്ല കൂടെ കിട്ടും. പണ്ട് നാം മുടക്കണ മുതലിന്റെ പലിശയൊക്കെ കിട്ടും. മുടക്കണ മുതലിന്റെ പലിശ എല്ലാം കിട്ടും പണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. പ്രായമായിട്ട് എന്നപ്പോ മൂത്ത മോൻ്റെ കയ്യടാന്ന് വ്യാപിച്ചു. അവൻ ലാഴു അരിവിച്ചുണ്ട് കൊല്ലം കൊണ്ടുപോയി. പിന്നീട് വീണ്ടും ഞാൻ ഇട്ടു കാമ്പ ഇട്ടു. അത് ഇളയ മോനെ ഏൽപ്പിച്ചു. ഇളയ മോനെ റാട്ടും വെച്ച് കാമ്പ അടിയും തുടങ്ങി. ഒടുക്ക റാട്ട് വരെയില്ല. അവൻ പോവും ബൈക്കില്, ഇവിടെ ജോലിക്കാർ ജോലി ചെയ്യും. ഒടുക്ക ഒന്നുമില്ല, തട്ടിക്കഴിച്ചു തീർന്നു. മൊത്തത്തില്